ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടം ഇവിടെ മാറ്റിവരയ്ക്കപ്പെടുകയാണ്. എണ്ണക്കിണറുകളിൽ നിന്ന് അപൂർവ ധാതുക്കളിലേക്കുള്ള സൗദി അറേബ്യയുടെ അപ്രതീക്ഷിത ചൂടുമാറ്റം ചൈനയുടെ ഉറക്കം കെടുത്തു. ആഗോള വിപണിയിലെ സമവാക്യങ്ങൾ തിരുത്തി എഴുതുന്ന സൗദിയുടെ ഈ നീക്കം സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെ പോലും സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ ഖനന ഭീമനായിട്ടുള്ള മാഡാൻ എന്ന കമ്പനി ഒരു വമ്പൻ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ $110 ബില്യൺ, അതായത് ഏകദേശം 9 ലക്ഷം കോടി രൂപയിലധികം ധാതു മേഖലയിൽ നിക്ഷേപിക്കാൻ സൗദി തീരുമാനിച്ചു. സ്വർണം, ഫോസ്ഫേറ്റ്, അലുമിനിയം എന്നിവയുടെ ഉൽപാദനം നിലവിലുള്ളതിന്റെ ഇരട്ടിയും 3 ഇരട്ടിയുമായി വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. എണ്ണ ഉൽപാദനത്തിൽ മാത്രമല്ല, ഭാവിയിലെ നിർണായക വിഭവമായ റയർ എർത്ത് മിനറൽസിന്റെ അപൂർവ ധാതുക്കളുടെ കാര്യത്തിലും ലോകത്തിന്റെ നെറുകയിൽ എത്താനാണ് സൗദി ലക്ഷ്യമിടുന്നത്. എന്തുകൊണ്ടാണ് ഈ നീക്കം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്? നിലവിൽ സ്മാർട്ട് ഫോണുകൾ മുതൽ യുദ്ധവിമാനങ്ങൾ വരെ നിർമ്മിക്കാൻ ആവശ്യമായ അപൂർവ ധാതുക്കളുടെ 90% ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ചൈനയുടെ ഈ കുത്തക തകർക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡുമായി കരാറുകൾക്ക് ശ്രമിക്കുമ്പോഴാണ്, ഗ്രീൻലാൻഡ് അതിനുവേണ്ടി പിടിച്ചെടുക്കാൻ വരെ തയ്യാറെടുക്കുമ്പോഴാണ് സൗദി അറേബ്യ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഇത് ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ്. ചൈനയുടെ ആധിപത്യം തകർക്കാൻ സൗദിയും അമേരിക്കയും ഇപ്പോൾ കൈകോർക്കുകയാണ്. സൗദിയിൽ പുതിയൊരു ശുദ്ധീകരണശാല സ്ഥാപിക്കാൻ, ഒരു റിഫൈൻമെന്റ് സെന്റർ സ്ഥാപിക്കാൻ US പ്രതിരോധ വകുപ്പ് നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ധാതു പര്യവേക്ഷണത്തിനുള്ള ബജറ്റ് 595% വർദ്ധിപ്പിച്ചത്. ഖനന പ്ലാന്റുകൾ പൂർണ്ണമായി സജ്ജമാക്കാൻ വർഷങ്ങൾ എടുക്കുമെങ്കിലും സൗദിയുടെ കൈവശമുള്ള ചിലവ് കുറഞ്ഞ ഊർജവും അരാംകോ പോലുള്ള കമ്പനികളുടെ അനുഭവ സമ്പത്തുമൊക്കെ അവരെ ഈ മത്സരത്തിൽ മുന്നിലെത്തിക്കും. ചുരുക്കത്തിൽ, എണ്ണ വിപണിയിലെ രാജാക്കന്മാരായ സൗദി അറേബ്യ ധാതു വിഭവങ്ങളുടെ കാര്യത്തിലും കിങ് ആകാനുള്ള പുറപ്പാടിലാണ്. വരും വർഷങ്ങളിൽ ചൈനയെ വെട്ടിമാറ്റി ആഗോള വിതരണ ശൃംഖലയുടെ നിയന്ത്രണം സൗദി ഏറ്റെടുത്താൽ അത് ലോകക്രമത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.